ഹായ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നതുണ്ടോ, ഇതാണ് രുദ്രാക്ഷം. ഇത് വീട്ടിലുള്ളതാണ് കേട്ടോ. മരത്തിൽ നിറയെ കായുണ്ട്. വേഴാമ്പലും മറ്റ് പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോവാറുണ്ട്. കുറച്ച് പച്ചയും പഴുത്തതും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് ഇത് അതിൻ്റെ പച്ചയാണ്. ഇത് ഇന്നലെ കാറ്റിലൊരു ചെറിയ ചില്ല ഒടിഞ്ഞു വീണതാണ് കേട്ടോ. ഇത് മൂത്തിട്ടില്ല. പുറം നല്ല ഹാർഡാണ്. പഴുത്താൽ മാത്രം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നമുക്കത് പുറത്തെ മാംസം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതാണ് പഴുത്തത്. ഇത് ശരിക്ക് പഴുത്തില്ല, അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണിത്. അതായത് കിളിയൊക്കെ കൊത്തിയിട്ടിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ബ്ലൂ കളറാണ് നല്ല പഴുത്ത ഫ്രൂട്ട് എന്ന് പറയുന്നത്. നല്ല ഫ്ലഷി ആയിട്ടാണ് ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടാവുക. ഇതാണ് കേട്ടോ രുദ്രാക്ഷം. ഇത് നല്ല പഴുത്ത് പിന്നെ അത് തനിയെ അതിൻ്റെ പുറമുള്ള മാംസം ദ്രവിച്ച് പോവും. അപ്പോൾ ഈ രുദ്രാക്ഷമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് നമ്മൾ കഴുകി നല്ല ബ്രഷ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഉരച്ച് എടുത്ത ആ ഹോള് കണ്ടില്ലേ, അതിൽ സൂചി വെച്ചൊരു കുത്തു കൊടുത്താൽ ഒരു ചെറിയൊരു നാര് പോലെ ഉണ്ടാവും. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നൂല് നമുക്ക് കോർക്കാൻ പറ്റും. ഇത് നല്ല പഴുത്ത ഫ്രൂട്ടാണ് കണ്ടോ. അത് വെച്ച് കുത്തിയപ്പോൾ അത് കുഴിഞ്ഞു പോകുന്നുണ്ട്. മറ്റേത് അത്ര പഴുത്തിട്ടില്ല. ആ പഴുത്ത ഫ്രൂട്ട് ഞാനിപ്പോൾ ഒന്ന് കഴുകിയെടുത്തു. കണ്ടോ, ഇനിയും കുറച്ച് മാംസം അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കിടക്കും മുറ്റത്ത്. ഇതതിൻ്റെ മാംസളായിട്ടുള്ള ഭാഗം പോയിട്ട് കിടക്കുന്ന രുദ്രാക്ഷമാണ്. ഇത് കണ്ടില്ലേ, കൈ കൊണ്ട് നമ്മളൊന്ന് ഇതാക്കിയാൽ തന്നെ അതങ്ങ് പോയിക്കോളും. ഇത് ഞാൻ കുറച്ച് പെറുക്കി കാണിച്ചു തരാം. ഹൈന്ദവ വിശ്വാസത്തിൽ രുദ്രാക്ഷത്തിന് നല്ല പ്രാധാന്യമുണ്ട്. രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ ശിവന്റെ കണ്ണീർ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ അങ്ങനെ എല്ലായിടത്തും സുലഭമായിട്ട് കാണുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ മരം. വലിയ മരവും. ഇത് അധികം വർഷമൊന്നും ആയിട്ടില്ല, എന്നാലും കണ്ടില്ലേ നീളം. ഇങ്ങനെ കാണിച്ചാൽ ഡിഫറൻസ് മനസ്സിലാവും. ആ ഡാർക്ക് ബ്ലൂ നല്ല പഴുത്തത്, മറ്റേത് കുറച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി കാണിച്ചു തരാം. ഉരച്ചൊന്നും കഴുകുന്നില്ല. ഇതിൻ്റെ ഫേക്ക് ആയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി ആൾക്കാർ പറ്റിക്കാറൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടുണ്ട്. സീസൺ ആയിക്കഴിഞ്ഞാൽ ഇത് നിറയെ ഉണ്ടാവും. ഇതിപ്പോൾ സീസണാണ്, ഇഷ്ടംപോലെ കായുണ്ട്. കാറ്റടിച്ച് ചെറിയ ചില്ലയൊക്കെ ഇതുപോലെ ഉണങ്ങി വീഴാറുണ്ട്. ഇതതുപോലെ വീണതാണ് കേട്ടോ. അതിൽ നിറയെ കായുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.